അങ്ങനെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫിനാലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇത് ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള കുറേ അഭിപ്രായങ്ങൾ വന്നൊരു സീസണാണ്. സീസൺ 1, 2, 3, 4 പോലെയല്ല, അതൊക്കെ കൂടുതലും പോസിറ്റീവ് റെസ്പോൺസ് വന്ന സീസൺസ് ആയിരുന്നു. പക്ഷേ 5th സീസൺ, അതായത് ഈ സീസൺ എന്ന് പറയുന്നത് അധികം കുറേ മിക്സ്ഡ് റെസ്പോൺസ് വന്നിട്ടുണ്ട്, കുറേ ക്രിറ്റിസിസം വന്നിട്ടുള്ളൊരു സീസണുണ്ട്. പക്ഷേ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു എൻഡിങ് തന്നെ ഒരു വെബ് സീരീസിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രാൻഡ് ഫിനാലെ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സംഭവമായിട്ട് എൻഡ് ചെയ്യേണ്ടിയിരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻഡിങ് അർഹിച്ചൊരു വെബ് സീരീസാണ്. കാരണം അത്രയോ ടോപ്പ് ക്വാളിറ്റിയിൽ കൊണ്ടുവന്ന ഒരു വെബ് സീരീസാണ്. കാരണം സീസൺ 1, 2, 3, 4 കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ സീസൺ 5 ഓബിയസ്ലി പ്രതീക്ഷ നല്ല കൂടുതലാവും. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള അത്ര ഇവൻസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വെബ് സീരീസിൽ ലാസ്റ്റ് സീസണിൽ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിന് സത്യം. എനിക്ക് തോന്നിയാണ് കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വെറുപ്പായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് കുറേ ഗേ സംഭവങ്ങൾ ഇതിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അതൊന്നും വലിയൊരു അത്ഭുതമില്ല, ഒന്നത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഷോ ആണ്. പിന്നെ അതേപോലെ തന്നെ വില്യം ബയേഴ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഗേ ആണെന്ന് എനിക്ക് അതിൻ്റെ മുന്നേ തന്നെ തോന്നിയിരിക്കുന്നത്. അപ്പോൾ എനിക്കെന്തോ വലിയൊരു അത്ഭുതം തോന്നിയില്ല. എനിക്ക് പെട്ടെന്ന് ഐ ഡോണ്ട് ലൈക്ക് ഗേൾസ് എന്ന് പറയുമ്പോൾ പിന്നെ അത് ഗേ ആണെന്ന് ഒന്നെങ്കിലും അത് ഞാൻ പറയാം. അതിന് പകരം കുറേ നിന്നിട്ട് ഒരു ബന്ധമില്ലാത്ത ഭ്രാന്തന്മാരെ പോലെ അങ്ങനെ ഇന്ന് വില്യം ബയേഴ്സ് ഇതിൽ ഇന്ന് പറയുന്ന ഒരു രംഗമുണ്ട്, ഭയങ്കര ബോറിങ് ചെയ്ത്. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സ്ട്രെച്ച് ആയിട്ടുള്ള റൈറ്റിംഗ് ഈ വെബ് സീരീസിൽ ഈ ഒരു ഫൈനൽ സീസണിൽ പല ഭാഗത്തും കാണാൻ പറ്റും. എസ്പെഷ്യലി ലാസ്റ്റ് എപ്പിസോഡിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന്, വെക്ന എന്ന് പറഞ്ഞ വില്ലൻ ക്യാരക്ടർ വന്നിട്ട് എന്തോ എന്നുള്ള രീതിയിലാണ് ഈ ലാസ്റ്റ് എപ്പിസോഡിൽ, അതായത് ഒരു എപ്പിക് ബാറ്റിൽ വരാനുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ട് പിന്നെ വെക്ന ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലാണ് വെക്നയുടെ ക്യാരക്ടർ അവിടെ കൊണ്ടുപോയി നിർത്തിയത്. പക്ഷെ അങ്ങനെ കൊണ്ടുപോയി നിർത്തേണ്ട ഒരു ക്യാരക്ടർ ഇല്ലായിരുന്നു. പിന്നെ ഇത് 2 മണിക്കൂറുണ്ട്. അപ്പോൾ ഈ ഫൈനലിൽ ഈ വെക്നനായിട്ടുള്ള ബാറ്റിൽ ഒരു ഫൈറ്റ് 1 മണിക്കൂർ കൊണ്ട് കഴിയുന്നുണ്ട്. അതായത് ഈ ലാസ്റ്റത്തെ എപ്പിസോഡിൽ 2 മണിക്കൂറിൽ 1 മണിക്കൂറാവും, അതായത് പകുതി ആകുമ്പോഴത്തേന് വെക്നൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് ഇവരെ നിലവിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇവർ പറയണത്. അത് നല്ലതുമായിരുന്നു, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്ട്രെച്ചായിട്ടാണ് കിടക്കുന്നത്. അതാണ് ഈ സീസണിൻ്റെ മെയിൻ പ്രശ്നവും. മനസ്സിലായില്ല, അത് മറ്റേ കലം ഉടക്കുക എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവർ പല സാധനങ്ങളും ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ഇപ്പോൾ എന്താ പറയുക, 3 പാർട്ടായിട്ടാണ് ലാസ്റ്റ് സീസൺ ഇറങ്ങിയത്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ, അതായത് 4ാമത്തെ എപ്പിസോഡിൽ വില്യം ബൈസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓറ ഫാവിങ് ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ എന്തായി, ഓറ ഫാവ് എല്ലാവർക്കും ഇങ്ങനെ വില്യം ബൈസിൻ്റെ ഫാൻസ് എന്നൊക്കെ വന്നെന്ന് നെറ്റ്ഫ്ലിക്സ് ഇറങ്ങി ഗേ ആക്കി. അതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു കളി. എന്നിട്ട് അങ്ങനെ പോണ ഒരു വെബ് സീരീസ് എനിക്ക് അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഈ സീസൺ 5 മാത്രം ഇരുന്ന് കാണണമെങ്കിൽ വലിയ സംഭവമായിട്ട് തോന്നുന്നു. അതല്ലാതെ സീസൺ 1, 2, 3, 4 ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ ക്യാരക്ടേഴ്സിന് ഒരു ക്യാരക്ടറിനും സ്ക്രീൻ ടൈം ഇല്ല എന്നുള്ള രീതിയിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് ഇതിന് മുന്നേ എല്ലാ ക്യാരക്ടറും 45 മിനിറ്റിൻ്റെ എപ്പിസോഡുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ എപ്പിസോഡുകളാണെങ്കിൽ പോലും എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വരുന്ന സമയത്ത് ആരും നായകനല്ല നായികയല്ല, എല്ലാവരും സൈഡ് റോള്, വില്ലനടക്കം. അങ്ങനത്തെ ഒരു തോന്നലും ഈ ഒരു സീസണിൽ വന്നിട്ടുണ്ട്. ആർക്കും ഒരു പലയിടത്തും ചെതറിക്കെടുക്കുകയാണ് കഥ. സെയിം സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പലരും പല ഭാഗത്താകുമ്പോൾ പല കാര്യമാണ് ഇവർ പറയുന്നത്. പിന്നെ വെള്ളം പൊന്താൻ നിൽക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു വെള്ള സാധനങ്ങൾ പൊന്തുമ്പോൾ പ്രൊപ്പോസ് ചെയ്യുക ജോണത്തിനും നാൻസി ഒക്കെ എന്ത് ബോറിംഗ് ആണ്, എത്ര നേരാണ് ഇവരുടെ ഡയലോഗ്. അങ്ങനെ പോണതാണ് ഈ 1 മണിക്കൂർ. അല്ലെങ്കിൽ ഇവർ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ പോണതാണ്. മനസ്സിലായി, മെയിൻ ഇവൻസിക്ക് ഇവർ എവിടെയും കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെയാണ്. പക്ഷെ അവിടെ കടക്കുന്ന സമയത്ത് ഈ വെബ് സീരീസ് എൻഗേജിങ് ആണെന്നു. അതാണ് സീസൺ 1, 2, 3, 4 ഇത് വേറിട്ട് നിൽക്കാനുള്ള മെയിൻ കാരണം. 1, 2, 3, 4 എന്ന് പറയുമ്പോൾ ഇവരെ ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ തന്നെ ഇമോഷൻസ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വർക്ക് ചെയ്തൊരു സാധനമാണ്. ഇതിലും വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പ്രത്യേകിച്ച് ഡസ്റ്റിനും മറ്റേ സ്റ്റീവ് ഹാരിങ്ടണും തമ്മിലുള്ള ഒരു ഡയലോഗൊക്കെ ഉണ്ട്, ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയ സാധനമാണ്. അതേപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, 1 മണിക്കൂർ അവസാനത്തെ എപ്പിസോഡിൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ വെക്ന മരിച്ചിരിക്കണം. പിന്നെ ബാക്കിയുള്ള 1 മണിക്കൂറിൽ ഇവരെ ഈ കാര്യങ്ങൾ തന്നെ കാണിക്കുന്ന സമയത്ത് മറ്റേ നാൻസി, ജോണത്തിന്, മറ്റേ നമ്മൾ സ്റ്റീവ് ഹാരിങ്ടൺ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് കുറച്ച് കോൺവെർസേഷൻസ് ഉണ്ട്, അതൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ വേണ്ടാത്ത കുറേ സാധനങ്ങൾ, ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള റൈറ്റിങ് പല ക്യാരക്ടേഴ്സിനും അതിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗ്രാജുവേഷൻ്റെ ടൈമിൽ ടെസ്റ്റിൻ്റെ കുറച്ച് ഡയലോഗ് ഉണ്ട്, അത് കിട്ടുമായിരുന്നു. പക്ഷേ ഈ 2-3 സാധനങ്ങൾ വെച്ച് നിർത്തിയാൽ പിന്നെയും തന്നെ ഒരു 2 മണിക്കൂറിൻ്റെ ടൈം ഇവർ ആ ഫൈറ്റിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒരു 30 മിനിറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഉണ്ടോ പറഞ്ഞ് തീർക്കുകയാണെങ്കിൽ അതിനും കിട്ടുമായിരുന്നു. പക്ഷെ അതിന് പകരം 1 മണിക്കൂറോളം ഒരു കാര്യമില്ലാതെ അതൊക്കെ പെട്ടെന്ന് കാണിച്ചു പോണിഞ്ഞും ആ ഒരു ലാസ്റ്റ് എപ്പിസോഡ് ഇനിയും നമുക്ക് കൂടുതൽ ഇമോഷണലി കണക്ട് ആകുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊരു സീസൺ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ലൊരു എൻഡിങ്ങും അവർ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച്
ലാസ്റ്റത്തെ ആ വെബ് സീരീസ് ഫൈനൽ എപ്പിസോഡ് തീരാൻ പോകുമ്പോൾ നമുക്കാണെങ്കിൽ ഇല്ല സ്ട്രേഞ്ചർ തിങ്സ് ഇല്ല എന്നുള്ളൊരു ഫീലിലേക്ക് കട്ടത്തിട്ടാണ് ആ വെബ് സീരീസ് എൻഡ് ചെയ്യണത് ഫൈനൽ എപ്പിസോഡ്. അതൊക്കെ അവർ നന്നായിട്ട് അറിഞ്ഞ് ചെയ്തിട്ടുള്ള പണി തന്നെയാണ്. അതൊന്നും നമുക്ക് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി സ്ട്രേഞ്ചർ തിങ്സിൻ്റെ എപ്പിസോഡ്സ് ഇല്ല. പ്രത്യേകം കഴിയണ സമയത്ത് എനിക്ക് തോന്നുന്ന ഫസ്റ്റ് എപ്പിസോഡൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊന്നും ഒരു പണി ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് സീസണൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊന്നും ഒരു പണിയില്ല. പിന്നെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ തിരിഞ്ഞ് കാണുന്നത് ഇങ്ങനെ അത് മണി വേസ്റ്റ്, അതുപോലെ തന്നെ സ്ക്വിഡ് ഗെയിം അതിൻ്റെ ഫസ്റ്റ് സീസൺ, ഇതിൻ്റെ ഒക്കെ ഒരു ഇത്. പക്ഷെ അതേപോലെയല്ല സ്ട്രേഞ്ചർ തിങ്സ് കുറേ കൂടി എപ്പിസോഡും കുറേ കൂടി സീസൺസും ഇറങ്ങിയ ഒരു വെബ് സീരീസാണ്. അപ്പോൾ ഇമോഷണലി നമുക്ക് അവർ എന്ത് കാണിച്ചാലും നമുക്ക് കണക്റ്റ് ആവും. അതാവണം. കാരണം അത്രയും മുന്നേ നമ്മളിത് കണ്ട് തുടങ്ങിയ സാധനമാണ് സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ആ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ. അപ്പോൾ അതാണ് ആ ഇങ്ങനെ തീരാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാർക്കും ഓർമ്മ വരുന്ന ലോക്ക്ഡൗണിൻ്റെ ടൈം ആവും. ആ ടൈമിൽ ഒരു ഇതുമില്ല നമുക്ക് ഇങ്ങനെ ഇരുന്ന് വെബ് സീരീസ് ഇങ്ങനെ കാണുക എന്നുള്ള രീതി. എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ നെറ്റ്ഫ്ലിക്സ് പിന്നെയും കൂടുതൽ മുന്നിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി കാണാൻ പറ്റിയ എന്തായാലും ഞാൻ ഇഷ്ടപ്പെടാതെ പോയ സംഭവങ്ങൾ കുറച്ചുണ്ട് എനിക്ക് പേഴ്സണലി ആ ഫൈനൽ സീസണിൽ. പക്ഷെ എന്നാലും ഒരു ആൾമോസ്റ്റ് എ പെർഫെക്റ്റ് എൻഡിങ് എന്ന് തോന്നിയൊരു സീസൺ തന്നെയാണ് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ലാസ്റ്റ് സീസൺ, അതായത് സീസൺ 5. അപ്പോൾ നിങ്ങൾ ഈ സീസൺ 5 കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ടാക്സ് സൈനിങ് ഔട്ട്.